ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. മയ്യത്തിനെ കുളിപ്പിക്കുക, ഇതുമുതലുള്ള കാര്യങ്ങൾ നിങ്ങളെ തന്നിരിക്കുന്ന നോട്ട്സിന്റെ ആദ്യ ഭാഗത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് എഴുതേണ്ടി വരികയില്ല. നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. പണ്ഡിതന്മാർ പറഞ്ഞ ചില ഖുത്തകളാണ്, അതിന്റെ പോയിന്റ്സുകളാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. സിഫത്തു വസ്ലിൽ മയ്യിത്തി അസ്സഹിഹ, മയ്യത്തിനെ കുളിപ്പിക്കുന്ന ശരിയായ രൂപം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകൾ അമീനുൻ ആലിമും ആയിരിക്കണം. കുളിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നന്നായി അറിയുന്ന ഒരാളായിരിക്കണം. ഒന്ന്, ആർക്കെങ്കിലും പരീക്ഷണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുക്കുന്നതല്ല, മറിച്ച് കുളിപ്പിക്കാൻ അറിയുന്ന ആളായിരിക്കണം. ഇതുപോലെ പഠിച്ചിട്ടോ അതല്ലെങ്കിൽ വേറെ ആളുകളുടെ കൂടെ അങ്ങനെ കുളിപ്പിച്ച് ശീലമോ ഉള്ള ആളുകളായിരിക്കണം. അതല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അപ്പൊ ഒന്നായിരിക്കണം, ആരായിരിക്കണം? ആലിമും ബി തഖ്സീലിൽ മൗത, കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അറിയുന്ന ആളായിരിക്കണം. രണ്ട്, അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വല്ല കുറവുകളോ ന്യൂനതകളോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ആളുകളോടൊക്കെ വിളിച്ചു പറയുന്ന, മയ്യത്തിനെ വഷളാക്കി കളയുന്ന ഒരാളൊന്നും ആകാൻ പാടില്ല. നല്ല ആളായിരിക്കണം, നല്ല നടപ്പുള്ള വിശ്വസ്തനായിട്ടുള്ള ആളായിരിക്കണം മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, പുരുഷന്മാരും സ്ത്രീകളുമാണ് കുളിപ്പിക്കേണ്ടത്. പുരുഷന്മാർ കുളിപ്പിക്കും, സ്ത്രീകളും കുളിപ്പിക്കും. ഇല്ല സൗജിയ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇളവുണ്ട് ഒഴികെ. അതായത് ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയ്ക്കും കുളിപ്പിക്കാം. അതല്ല എങ്കിൽ പുരുഷന്മാരാണ് കുളിപ്പിക്കുക, സ്ത്രീകളുമാണ് കുളിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്ത്രീയുടെ മയ്യത്തും ഒരു പുരുഷനും കുളിപ്പിക്കാൻ പാടില്ല. അതായത് മഹറമല്ലാത്ത ഭർത്താവല്ലാത്ത ഒരാൾക്കും കുളിപ്പിക്കാൻ പാടില്ല. ഭർത്താവല്ലാത്ത ഒരാൾക്കും സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് അത് മയ്യത്ത് കുളിപ്പിക്കുകയാണ് എന്നുള്ള നീയത്തുണ്ടാകണം. മുസ്തഹബാണ്, അവിടെ വാജിബാണെന്നോ ഷർത്താണെന്നോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഒരാൾ അങ്ങനെ നീയത്തില്ലാതെ കുളിപ്പിച്ചാലും അത് ശരിയാകും, പക്ഷേ മുസ്തഹബാണ്. അതങ്ങനെ ഒരു നീയത്ത് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ് എന്ന് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവിടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ ഒരു നിലക്കും സഹായം ആകാത്ത ആളുകളൊന്നും അവിടെ നോക്കിക്കാൻ വേണ്ടതില്ല. മറിച്ച് ആരാണോ മയ്യത്ത് കുളിപ്പിക്കാൻ ആവശ്യം, അതിന് പണിയെടുക്കുന്ന ആളുകൾ, അവർ മാത്രമേ അവിടെ വേണ്ടതുള്ളൂ. അപ്പൊ അല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാൻ കുറെ 4-5 ആൾക്കാർ അപ്പുറത്തിപ്പുറത്തൊക്കെ നിന്ന് അത് കാണാൻ അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് അതിനെ സഹായിക്കുന്ന ആളുകൾ, അത് എന്തൊക്കെ സഹായങ്ങളുണ്ട്? വെള്ളം എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും, അതുപോലെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മയ്യത്തിനെ മറിച്ചിടണമെങ്കിൽ ഒരല്പം വെയിറ്റുള്ള മയ്യത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നിലധികം 2-3 ഒക്കെ ആൾക്കാർ വേണ്ടി വരും. കാരണം അത് വൃത്തിയിൽ മയ്യത്തിന് ചരിച്ച് കടത്തൊക്കെ വേണം. നിങ്ങൾ അത് പിന്നീട് കാണും. അപ്പൊ അങ്ങനെ ആ ആവശ്യക്കാരായ ആളുകൾ മാത്രമേ അവിടെ വേണ്ടതുള്ളൂ, അതിലപ്പുറത്തേക്ക് ആളുകളെ വേണ്ടതില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തജ്രീദുൽ മയ്യിത്തി മിൻ സിയാബിഹി, മയ്യത്തിന്റെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിന്റെ വസ്ത്രം നമ്മൾ ആദ്യമേ അഴിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു കാര്യം ഉണ്ടാവില്ല. മരണപ്പെട്ട ഉടനെ നമ്മൾ കഴിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ തുണിയേ ഉണ്ടാവുകയുള്ളൂ, നമ്മളത് അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ അയച്ചു വെക്കേണ്ടതുണ്ടാകും. അപ്പൊ ഈ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അയച്ചു വെക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നമുക്ക് കൈയൊന്നും ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് തുണി അങ്ങനെ എടുക്കാൻ കഴിയില്ല. അങ്ങനെ മയ്യത്തിന്റെ കയ്യെ എല്ലൊക്കെ പൊട്ടുന്ന രൂപത്തിലൊന്നും ഒരിക്കലും അങ്ങനെ പൊന്തിക്കാൻ പാടില്ല. അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത്? കൈ അങ്ങനെ വിറങ്ങൽ ചൊറച്ചു പോയിട്ടുണ്ട് എങ്കിൽ കത്രികയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് വസ്ത്രം എന്ത് ചെയ്യേണ്ടത്? കട്ട് ചെയ്ത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാണ് വേണ്ടത്. അത് അങ്ങനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ആ രൂപത്തിൽ എല്ല് പൊട്ടുന്ന രൂപത്തിലോ മറ്റോ ഒന്നും അങ്ങനെ ഇറങ്ങലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മുറിച്ചിട്ടോ മറ്റോ ഒക്കെ അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ വസ്ത്രം അയക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സ്വഹാബികൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, വല്ലാഹി മാ നദ്രി കൈഫ നസ്ന, നമുക്കറിയില്ല എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം അവർ ഒരുപാട് ആശങ്കകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അവരാകെ തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവർ കുളിപ്പിക്കാൻ നേരത്ത് ചോദിച്ചു, അനുജരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുജരിദു മൗതാന, നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാൽ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ റസൂലുള്ളാഹിന്റെ വസ്ത്രം അഴിച്ചു മാറ്റേണ്ടതുണ്ടോ? റസൂലുള്ളാഹിന്റെ വസ്ത്രം അഴിച്ചു മാറ്റുക എന്ന് പറയുന്നത് രതബ് കെടാവുകയില്ല. ചിന്തിച്ചിട്ടുണ്ട്. അം നുഗസ്സിലുഹു അലൈഹി സിയാബു, അതല്ല വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ അതിന് മുകളിലൂടെ കുളിപ്പിച്ചാൽ മതിയോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ചിന്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിനെ കുളിപ്പിച്ചത് വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്.
എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നുണ്ട് കമാ നുജരിദു മൗത്താന, നമ്മളിൽ ഒരാളെ വസ്ത്രം അഴിക്കുന്നത് പോലെ സ്വഹാബികൾ പറയുന്നുണ്ട്. അപ്പം അതല്ലാത്ത ആളുകൾക്ക് വസ്ത്രം അഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യം തന്നെയാണ്. അത് സ്വഹാബികൾ അത് പതിവായി അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വസ്ത്രം അഴിക്കുന്ന സമയത്തൊക്കെ ഔറത്ത് വെളിവാകാൻ പാടില്ല. എന്ന് വെച്ചാൽ മുട്ടുപൊക്കിളിനിടയിൽ, പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിനിടയിൽ കട്ടിയുള്ള തോർത്തോ തുണിയോ മറ്റോ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വസ്ത്രം അഴിച്ച് മാറ്റേണ്ടത്. ആ സമയത്ത് ഔറത്തിന്റെ ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൈ എല്ലാ സമയത്തും ഔറത്ത് സ്പർശിക്കാതിരിക്കാൻ ഗ്ലൗസോ മറ്റോ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും കുളിപ്പിക്കുമ്പോഴാണ് അത് എടുത്തു പറയാറുള്ളത്. ഏത് സമയത്തായാലും മയ്യത്തിന്റെ ഔറത്തിന്റെ ഭാഗത്ത് സ്പർശിക്കുക, നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കുക എന്നുള്ളതും ചെയ്യാതിരിക്കണം. ഇപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഹൽഉൽ അശ്യാഇ സമീന അനിൽ മയ്യിത്ത്, മയ്യത്തിന്റെ ശരീരഭാഗത്ത് വിലപിടിപ്പുള്ള വല്ല വസ്തു ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി മാറ്റണം. ഇതുപോലെ സ്ത്രീകളാണെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാകും. ഇനി പുരുഷന്മാരാണെങ്കിലും വെള്ളിയുടെ മോതിരോ മറ്റോ ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അതല്ലെങ്കിൽ വെപ്പ് പല്ല്, അത് സ്വർണത്തിൻ്റെതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിലപിടിപ്പ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അയച്ചു മാറ്റേണ്ടതാണ്. അവിടെ ഒരൊറ്റ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ, ഇത് അയച്ചു മാറ്റുന്ന സമയത്ത് ശരീരം വികൃതമാകുന്ന വല്ല അവസ്ഥയുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടതില്ല. അതായത് നമുക്ക് അയച്ചു മാറ്റം, പല്ലൊക്കെ പണ്ഡിതന്മാർ പറയാം, അത് ഊരുന്ന സമയത്ത് ഒന്നാകെ അതിന്റെ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അതങ്ങനെ തന്നെ വിട്ടാൽ മതി. അതല്ല എങ്കിൽ അത് ഊരണം. ഇനി സ്വർണത്തിന്റെ മോതിരയോ മറ്റോ ഒക്കെ സ്ത്രീകളുടെ കാടുമെങ്കിൽ, പുരുഷന്മാരുടെ വെള്ളിയൊക്കെ ആണെങ്കിൽ അത് മുറിച്ചിട്ടെടുക്കണം. കാരണം ഇനി സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമ ഈ മയ്യത്തല്ല, മയ്യത്തിന്റെ അനന്തരാവകാശിയാണ്. കയ്യിലുള്ള ആ സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അനന്തരാവകാശിക്കുള്ളതാണ്, അത് മറമാടി പോകേണ്ടതല്ല. അപ്പൊ അങ്ങനെ ശരീരം വികൃതമാകാത്ത രൂപത്തിലാണ് എങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, അത് മുറിച്ചെടുക്കണം എന്നുള്ളതാണ്. അതിന് കഴിവുള്ള ആളുകൾ അത് എന്ത് ചെയ്യും, അത് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ മയ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഔറത്ത് പൂർണ്ണമായി എല്ലാ നേരത്തും മറച്ചു വെക്കണം. വിശ്വാസനം പറഞ്ഞില്ല റജുൽ ഇല ഔറത്ത് റജുൽ വലൽ മർഅതു ഇല ഔറത്തിൽ മറ, ഒരു പുരുഷന്റെ ഔറത്തിലേക്കോ സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. അന്യ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഒരു ഭാഗം ഒരാൾ നോക്കാൻ പാടില്ല. സ്ത്രീകളും അങ്ങനെ തന്നെ, സ്ത്രീകളുടെ ഔറത്തിന്റെ ഭാഗം സ്ത്രീകളാണെങ്കിൽ തന്നെയും പരസ്പരം നോക്കാൻ പാടില്ല എന്ന കാര്യം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തത് അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് കയ്യിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ തുണിയോ മറ്റോ ഒക്കെ ചുറ്റുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ കുളിപ്പിച്ചത്. അതുപോലെ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അതായത് മയ്യത്തിന്റെ ഔറത്ത് നമ്മൾ കാണാത്തത് പോലെ തന്നെ ഔറത്ത് സ്പർശിക്കാനും പാടില്ല. അപ്പൊ മയ്യത്തിന്റെ ഔറത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണ്, നളറിന്റെ സത്രും വേണം, അതുപോലെ ലംസിന്റെ സത്രും വേണം. അതായത് സ്പർശനവും നേരിട്ട് പാടില്ല, നോട്ടവും നേരിട്ട് പാടില്ല. ഔറത്തിന്റെ ഭാഗം മുട്ടുപൊക്കിളിന്റെ ഇടയിൽ പ്രത്യേകിച്ചും. ഇനി മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ പോലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ കവറോ തുണിയോ മറ്റോ കെട്ടുന്നതാണ് സുന്നത്ത് എന്നാണ്. അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്ലൗസുകളും മറ്റുമൊക്കെ ഉപയോഗിക്കാം. ഇന്നൊരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കോട്ടണോ മറ്റോ കയ്യിൽ ചുറ്റിയിട്ട് അതിനോട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മയ്യത്തിന് ശരീരഭാഗത്തൊക്കെ സോപ്പാക്കിയിട്ടും അല്ലാതെയൊക്കെ ഒരച്ചും മറ്റുമൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. 9ാമത്തെ കാര്യം, ഞാൻ എല്ലാ പോയിന്റ് പറഞ്ഞിട്ടില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് മയ്യത്തിന്റെ ചെരിച്ച്, അതായത് മുകൾ ഭാഗം ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട്, മയ്യത്തിനെ എണീപ്പിച്ച് കിടത്തിയിട്ട്, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ കാണാൻ പറ്റും പിന്നീട്, മയ്യത്തിന്റെ വയറ് ഒഴിഞ്ഞു കൊടുക്കുക എന്നാണ്. അതായത് വയറ് പ്രസ് ചെയ്ത് കൊടുക്കുക, മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മയ്യത്തിന്റെ ഉള്ളിൽ മാലിന്യങ്ങൾ പുറത്തു പോകാതെ ഉണ്ട് എങ്കിൽ, നജാസത്തുകൾ ഉണ്ട് എങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുളിപ്പിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ പിന്നീട് കുളിപ്പിച്ചതിന് ശേഷമൊക്കെ അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അത് കഫൻ ചെയ്യുമ്പോഴൊക്കെ നജസുകൾ ആ കഫൻ തുണിയിലാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ആദ്യമേ അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ പിന്നീട് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് കുളിപ്പിക്കാൻ ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുളിപ്പിക്കാൻ ആരംഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചു. ഇനി മയ്യത്തിനെ കുളിപ്പിക്കുകയാണ്. അപ്പൊ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ച ഒരു ഖായിദയുണ്ട്. മയ്യത്തിനെ കുളിപ്പിക്കാൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കൽ ഗുസ്ലുൽ ജനാബയോട് ഉപമിച്ചാൽ മതി. ഗുസ്ലുൽ മയ്യിത്തി കഗുസ്ലിൽ ജനാബ, മയ്യത്തിനെ കുളിപ്പിക്കൽ ജനാബത്തിനെ കുളിപ്പിക്കുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ ജനാബത്തിന്റെ ഫർള് എന്താ, ശരീരം മുഴുവൻ നനയുക, നിയത്തോടുകൂടി ശരീരം മുഴുവൻ നനയുക എന്നുള്ളത്
ജനാബത്തിന്റെ ഫർളുള്ളൂ. എന്തില്ല, തർത്തീബൊന്നുമില്ല. ജനാബത്ത് കുളിക്കുന്ന ഒരാൾക്ക് തലയിൽ ആദ്യം ഒഴിക്കണേ ഒഴിക്കാം, കാലിൽ ആദ്യം ഒഴിക്കണേ ഒഴിക്കാം, എങ്ങനെയാണെങ്കിലും ശരി ശരീരം മുഴുവൻ നനഞ്ഞാൽ മതി. അതുപോലെ മുവാലാത്തു ഷർത്തില്ല. അതായത് തല നനഞ്ഞ് ഉടനെ തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വുളു പോലെ തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടിഭാഗം കഴുകണമെന്നില്ല. എങ്ങനെയാണെങ്കിലും ജനാബത്ത് കൂടി നിയത്തോടുകൂടി മുഴുവൻ ഭാഗവും കഴുകിയാൽ ശരിയാകും. അതോടൊപ്പം വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതുകൂടി ഇത്രയും ചെയ്താൽ ജനാബത്ത് ശരിയാകും. അതേപോലെ തന്നെ കുളിപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെയും കുളിപ്പിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ശരീരം മുഴുവൻ നനക്കുക എന്നുള്ളൊരു കാര്യം തന്നെ ചെയ്താൽ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ള ഫർളി കിഫായ, അത് നമ്മൾ കുറ്റക്കാരാകും. ആരും കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരാകും. ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കാതെ നേരെ കഫൻ ചെയ്ത് മറമാടിയാലോ കുറ്റക്കാരാകും. അപ്പം അങ്ങനെ ആർക്കും അറിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്താ ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് വെള്ളം എടുത്ത് മുഴുവനായിട്ട് ജനാബത്ത് കുളിപ്പിക്കുന്ന എല്ലാ ഭാഗത്തും നനക്കുക എന്നുള്ള കാര്യം ചെയ്താൽ മതി. എന്നാൽ അതിന് സുന്നത്തുണ്ട്, അത് നമ്മൾ പിന്നീട് പറയും. അപ്പൊ ഫർള് ഇതാണ്, മുഴുവൻ ഭാഗവും നനക്കുക എന്നുള്ളതാണ് ഫർള്. ഇത് ചില സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെട്ടേക്കാം. അതായത് മയ്യത്ത് പെണ്ണാവുകയും അവിടെയുള്ള ആളുകളൊക്കെ ആണുങ്ങളാവുകയും ചെയ്താൽ ഒരാൾക്ക് വസ്ത്രം അതിന് മുകളിൽ വെച്ചുകൊണ്ട് തന്നെ കുളിപ്പിക്കണമെങ്കിൽ അങ്ങനെ കുളിപ്പിക്കാം. അവർ ചില മക്കൾ അത് എല്ലാ തയമ്മും ചെയ്താൽ മതി എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. ഇപ്പം എന്തുതന്നെയാലും മയ്യത്തിന്റെ കുളിപ്പിക്കലിന്റെ ഏറ്റവും ഇത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജനാബത്തിന്റെ കുളി അതുപോലെയാണ്. എന്നാൽ അതിന്റെ ഓരോ രൂപം പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജനാബത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ലൈംഗിക അവയവ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, കയ്യിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പൊ അവിടെ എന്തെങ്കിലും നജാസത്തുകൾ ഉണ്ട് എങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജനാബത്ത് കുളിപ്പിക്കുന്ന പോലെ നമ്മൾ ആദ്യം വുളു എടുക്കുന്നത്, ആ വുളു എടുക്കുക. ആ വുളു മയ്യത്തിന് വുളു എടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ മയ്യത്തിന്റെ കൈ ഒരാളിങ്ങനെ പിടിച്ചിട്ട് കൈ എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ വുളു ഒക്കെ എടുക്കുന്ന പോലെ തന്നെ 3 പ്രാവശ്യം കൈ ഇങ്ങനെ കഴുകി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ കഴുകിയാൽ മതി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, മുഖം കഴുകി കൊടുക്കണം. മയ്യത്തിന്റെ മുഖം കഴുകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യും. എന്നാൽ മരിച്ച മയ്യത്തിന് അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം വെള്ളം അകത്തേക്ക് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് പിന്നീട് കഫൻ ചെയ്യുമ്പോൾ ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള തുണി ചുറ്റിയ ആ തുണി കൊണ്ട് അതിൽ നനച്ചുകൊണ്ട് പല്ലും അതുപോലെ മൂക്കിന്റെ ഭാഗത്തൊന്ന് അല്പം തുടച്ചാൽ മാത്രം മതി. വെള്ളം അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല. അതോടുകൂടി മുഖമായി. പിന്നീട് മുൻകൈ മുതൽ കൈമുട്ട് വരെ വുളു എടുക്കുന്നത് പോലെ അങ്ങനെയാണല്ലോ, അത് 3 പ്രാവശ്യം കഴുകുക, വലത്തേത് അതേപോലെ ഇടത്തേത്. മയ്യത്തിന് തല തടവി കൊടുക്കുക. അതുപോലെ തന്നെ കാലും എന്ത് ചെയ്യുക, വലത്തെ കാല് നെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം, ഇടത്തേക്കാലും അങ്ങനെ നെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതു ഭാഗം മുന്തിക്കണം. അതുപോലെ വുളുവിന്റെ അവയവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആരംഭിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പിന്നീട് സാധാരണ കുളിപ്പിക്കുന്നത് പോലെ തല കഴുകുക എന്നുള്ളതാണ്. അപ്പൊ തല എന്ത് ചെയ്യണം, മയ്യത്തിന്റെ തലഭാഗം നന്നായി കഴുകി കൊടുക്കുക. തലഭാഗം നന്നായി കഴുകി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്ർ, നിങ്ങൾ വെള്ളവും സിദ്റും, സിദ്ർ എന്ന് പറഞ്ഞാൽ എലന്തമര, അത് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് സിദ്ർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് സോപ്പ് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ നല്ല വൃത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട്, സോപ്പോ അല്ലെങ്കിൽ ബോഡി വാഷോ ഷാമ്പുവോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് കഴുകി കൊടുക്കുക. അപ്പൊ തലഭാഗത്തൊക്കെ അങ്ങനെ പത ആക്കിക്കൊണ്ട് തല 3 പ്രാവശ്യം കഴുകുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വലതുഭാഗവും ഇടതുഭാഗവും കഴുകണം. ആ കടകുന്ന രൂപമുണ്ട്, ഞാൻ പറയാം, പിന്നീട് നിങ്ങൾ വീഡിയോ കാണും. വലതുഭാഗം, ശരീരത്തിന്റെ വലതുഭാഗം മുകളിൽ നിന്നും ഇങ്ങനെ കഴുകിയിട്ട് പിന്നീട് ഇടത് ആരംഭിക്കുന്നതിന് മുമ്പ് മയ്യത്തിനെ ഇടതുഭാഗത്തേക്ക് അല്പം ചെരിച്ചാൽ വലതുഭാഗത്തിന്റെ പുറംഭാഗം കിട്ടും. അപ്പൊ അവിടെയും കഴുകി കൊടുക്കുക. അങ്ങനെ ആ ഭാഗം കൃത്യമായാൽ പിന്നീട് ഇടതുഭാഗം കഴുകുക. അതായത് നമ്മളെ തല കഴിഞ്ഞാൽ ബാക്കി എന്താണോ കഴുകാൻ ബാക്കിയുള്ളത് മുഴുവൻ കാലറ്റം വരെയും അത് മുൻഭാഗം കഴുകുക. വലതുഭാഗത്തേക്ക് അല്പം കുത്തി ചെരിച്ചു കഴിഞ്ഞാൽ ഇടതുഭാഗത്തിന്റെ അടിഭാഗവും കഴുകാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിലായി കഴിഞ്ഞാൽ 1 പ്രാവശ്യം കഴുകലായി. ഇങ്ങനെ മയ്യത്തിന് 1 പ്രാവശ്യം കഴുകിയാൽ മതിയെങ്കിൽ അത് ഫർള് വീടി കഴിഞ്ഞു. എന്നാൽ മയ്യത്തിന്റെ എന്ത് ചെയ്യുക, കൂടുതൽ വൃത്തി വേണമെങ്കിൽ 2ഓ 3ഓ പ്രാവശ്യമൊക്കെ കുളിപ്പിക്കാവുന്നതാണ്. 3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യാം, അതിനെ കുളിപ്പിക്കാവുന്നതാണ്. നജാസത്തുകളോ മറ്റോ പുറത്തു വരികയാണെങ്കിൽ അവിടെയൊക്കെ കഴുകി കുളിപ്പിക്കാവുന്നതാണ്. എന്നാൽ അവസാനത്തെ കുളി, അത് അവസാനം നമ്മൾ 3 പ്രാവശ്യമാണ് കുളിപ്പിക്കുന്നത് എങ്കിൽ 3ാമത്തെ കുളിയിൽ ആ വെള്ളത്തിൽ നമ്മൾ കർപ്പൂരം കലർത്തിയ വെള്ളമാണ് ഉപയോഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജഅൽന ഫിൽ ആഖിറതി കാഫൂറ, അവസാനത്തേത് നിങ്ങൾ എന്ത് ചെയ്യണം, കർപ്പൂരം കലർത്തിയ വെള്ളം ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കർപ്പൂരം കലർത്തിയ വെള്ളം ഉപയോഗിക്കുന്ന 2 ഫായിദകളാണ്.
ഒന്ന് നല്ല മണം ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. രണ്ട്, ശരീരം നല്ല ഉറച്ചു തന്നെ നിൽക്കും, ശരീരം നല്ല വൃത്തിയിൽ ഉറച്ചു തന്നെ അത് നിൽക്കും, പിന്നീട് കഫൻ ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നിൽക്കും. എന്നാൽ ഇഹ്റാമിലുള്ള ഒരാളെ ഇത് ചെയ്യാൻ പാടില്ല. ഇഹ്റാമിലുള്ള ഒരാള് ഇത് ചെയ്യാൻ പാടില്ല, കാരണം ഇത് സുഗന്ധത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇഹ്റാമിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ മുഹ്രിമാണ്, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല തുമിസ്സുഹു തീബ, ഇഹ്റാമിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ സുഗന്ധം അയാളെ സ്പർശിക്കാൻ പാടില്ല, സുഗന്ധം തേച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിലാണ് കുളിപ്പിക്കേണ്ടത്. ഇത് വൃത്തിയായി കുളിപ്പിക്കുക എന്നുള്ളതാണ്. കുളിപ്പിച്ചതിന് ശേഷം ശരീരം മുഴുവനും തുടച്ചെടുക്കുക എന്നുള്ളതും സുന്നത്തായ കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് സ്ത്രീയെ കുളിപ്പിക്കുമ്പോഴും. എന്നാൽ കുളിച്ചതിന് ശേഷം സ്ത്രീയുടെ മുഖം 3 മെടയുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്, സുന്നത്താണ്. മുൻഭാഗത്തു നിന്ന് മെടയുക, 2 ഭാഗത്തു നിന്നും കൂടി മെടയുക. ഇത്രയാണ് കുളിപ്പിക്കുന്ന രൂപം. ആ ഒരു കാര്യം വീഡിയോ കണ്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം മയ്യത്തിനെ ഇപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ എവിടെയാണ് ഉള്ളത് അവിടുന്ന് കുളിപ്പിക്കേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ശരീഫ് റൂമിലാണുള്ളത് അല്ലെങ്കിൽ ഹാളിലാണുള്ളത്, എവിടെയാണ് നമ്മൾ മയ്യത്തിനെ കിടത്തിയിട്ടുള്ളത് അവിടുന്ന് എടുത്തിട്ട് കുളിപ്പിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവരിക. സൂക്ഷ്മതയോടുകൂടി 2 ആളുകൾ കൃത്യമായി പിടിച്ചിട്ട് മയ്യത്തിനെ കൊണ്ടുവരിക. അങ്ങനെ വസ്ത്രം ഊരുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വസ്ത്രം ഊരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മുട്ടുപൊക്കലിനിടയിൽ തുണി വെച്ചിട്ടുണ്ട്. അതാണ് ഔറത്ത്, ആ ഭാഗമാണ് ഔറത്ത്, അത് കാണാൻ പാടില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് വെക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വെക്കുന്നത് കട്ടിയുള്ളതായിരിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചിലത് വളരെ നേരിയതൊക്കെ ആയിരിക്കും വെക്കുക. എന്നാൽ അറബികളൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന നമ്മളെ നല്ല ടർക്കി പോലത്തെ തുണിയാണ്, അതൊക്കെ ഉപയോഗിക്കാം. നല്ലത് എന്താണോ അത് ഉപയോഗിക്കാം. അവിടെ ഔറത്ത് കാണാത്ത രൂപത്തിൽ അത് ഉപയോഗിക്കാം. പിന്നീട് വസ്ത്രം ഊരുന്നത് നിങ്ങൾ കണ്ടു, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മുറിക്കണമെങ്കിൽ മുറിക്കുക. പിന്നീട് ശരീരത്തിന്റെ മുകൾ ഭാഗം അമർത്തിയിട്ട് മാലിന്യമുണ്ട് എങ്കിൽ അവിടെ അമർത്തുകയും, അതേപോലെ തന്നെ ആ അമർത്തുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്യണം, ഗുഹ്യഭാഗങ്ങളിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അത് അവിടുന്ന് വരുന്ന നജാസാത്തുകൾ ഉണ്ട് എങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ പോകും, അതങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഈ രൂപത്തിൽ ഒരാൾ അമർത്തുകയും അത് നജാസ് ഒരുമിച്ച് അത് വെള്ളം അങ്ങനെ ചെയ്യുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള കട്ടിലുകൾക്ക് വെള്ളം അങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനമുണ്ട്, അത് പോയിക്കൊണ്ടേ ഇരുന്നോളും. അവിടെ അങ്ങനെ മാലിന്യമില്ലാത്ത രൂപത്തിൽ അത് പൂർണ്ണമായി എന്ത് ചെയ്യുക, വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുക, അത് വൃത്തിയാക്കുക. അപ്പോൾ ഇവിടെ ഈ വസ്ത്രം അല്ലാതെ വേറെ വസ്ത്രമില്ല. നമ്മളിതിൽ കാണിച്ചതിൽ ഉള്ളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഉള്ളിലത്തെ വസ്ത്രം കഴിക്കും. ഈ മുകളിലുള്ള മുട്ടുപൊക്കലിനിടയിലുള്ള കട്ടിയുള്ള തോർത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് കുളിപ്പിക്കുന്ന രൂപമാണ് പറയുന്നത്. ഫസ്റ്റ് വുളു എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യം മുൻകൈയാണ് കഴുകുന്നത്, അത് 3 പ്രാവശ്യം കഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് വുളുവിന്റെ ഓരോ കാര്യങ്ങളുമാണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് വായിൽ നമ്മൾ വെള്ളം പല്ല് തേപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കയ്യിൽ ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഒരു ഗ്ലൗസ് ഉണ്ടാവും, അതിനോട് പുറമെ നമുക്കവിടെ പല്ല് തുടച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുണിയോ മറ്റോ ഒക്കെ കയ്യിൽ കെട്ടാവുന്നതാണ്, വിരലിൽ കെട്ടാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുക, അവിടെ വൃത്തിയാക്കാന്നാണ്. അതല്ലാതെ അതിൻ്റെ അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കേണ്ടതില്ല, അതകത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നീട് മുഖം കഴുകുക എന്നുള്ളതാണ് ചെയ്യുക. കുളിപ്പിക്കുന്ന വുളു എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന അടുത്ത കാര്യം മുഖം കഴുകലാണ്. അപ്പം അത് അകത്തേക്ക് മൂക്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ചെറിയ രൂപത്തിൽ അങ്ങനെ കൈവച്ചത്. അത് എങ്ങനെയാണ് മുഖം സാധാരണ നമ്മൾ വുളു എടുക്കുമ്പോൾ കഴുകുക, ആ രൂപത്തിൽ കഴുകുക. പിന്നീട് കൈ മുട്ടുൾപ്പെടെ കഴുകുന്നതാണ്. ആദ്യം വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത്, വുളുവിലൊക്കെ ഉള്ളത് പോലെ തന്നെ. പിന്നീട് ഇടത്തെ കൈയും അതുപോലെ കഴുകുക. പിന്നീട് തല ഈ രൂപത്തിൽ തടവി കൊടുക്കുക, ചെവിയും ഒപ്പം തടവുക. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്വന്തത്തിന് വുളു എടുക്കുന്നത് അതുപോലെ തന്നെ. പിന്നീട് വലത്തേക്കാലും ഇടത്തേക്കാലും ഈ രൂപത്തിൽ ചെയ്യുക. ഇങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ പിന്നീട് തല കഴുകുക എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ പറഞ്ഞു സിദർ ആണ് ഹദീസിൽ വന്നത്. അതൊരാൾ കിട്ടുകയാണെങ്കിൽ അത് അരച്ച് അത് പത ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചതുപോലെ ഷാമ്പുവോ മറ്റോ ഒക്കെ ഉപയോഗിക്കാം, ബോഡി വാഷോ ഷാമ്പുവോ ഒക്കെ ഉപയോഗിക്കാം. തലയിൽ നമ്മളവിടെ ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നതാണ് കാണുന്നത്. വൃത്തിയായി അകത്തൊക്കെ എത്തുന്ന രൂപത്തിൽ കഴുകുകയാണ്.
പിന്നീട് നമ്മൾ പറഞ്ഞു വലതു ഭാഗമാണ് ആരംഭിക്കുക. മയ്യത്തിൻ്റെ വലതു ഭാഗം, അതായത് ചുമല് മുതൽ കാല് വരെയുള്ള ഭാഗം കഴുകുക എന്നുള്ളതാണ്. ചുമല് മുതൽ കാല് വരെയുള്ള ഭാഗം കഴുകുക. അപ്പോൾ അവിടെ കൈയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ആദ്യം വുളുവിൻ്റെ സമയത്ത് കൈ കഴുകിയിട്ടുണ്ട് എങ്കിലും നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അത് കഴുകും. അപ്പോൾ സോപ്പൊക്കെ ഇട്ടുകൊണ്ട് അത് പൂർണ്ണമായി ആ ഭാഗം നമ്മൾ ശരിക്കും കുളിപ്പിക്കുക. മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗത്തൊക്കെ ആകുമ്പോൾ നമ്മൾ കയ്യിലും എന്തെങ്കിലും ഗ്ലൗസോ മറ്റോ ഇതാക്കണം. അതുപോലെ നമുക്ക് നോക്കാൻ പാടില്ല, നോക്കാതെയാണ് അവിടെ നമ്മൾ കഴുകുക. സോപ്പൊക്കെ തേച്ചുകൊണ്ട് പിന്നീട് അത് കുളിപ്പിക്കുക. വലതുഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുൻഭാഗം കഴിഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് വലതുഭാഗത്തിന് നേരെ പുറകുഭാഗം കൂടി കഴുകണം. അതിനൊരു സഹായിയായിട്ട് ഒരാൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കാനുണ്ടാവണം. ഒരാളോ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ തന്നെ മതിയായതാണ്. പിന്നീട് സഹായിക്കാനായിട്ട് അവിടെ ഒരാളും കൂടി മതിയാകും. അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആൾക്ക്, ഇപ്പോൾ ആ സമയത്ത് 4 പേരാണ് കുളിപ്പിച്ചത് എന്ന് കാണാൻ പറ്റും. അതേ കാര്യം അടുത്ത ഭാഗത്താണ് കാണുക. ചുമല് മുതൽ കാല് വരെ നനയ്ക്കുക, സോപ്പ് തേക്കുക, വൃത്തിയായി കഴുകുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടതുഭാഗത്തിൻ്റെ പുറം ഭാഗവും കഴുകണം. ഇങ്ങനെ നമ്മൾ പറഞ്ഞു, അത് വൃത്തിയാകുന്നതിന് വേണ്ടി 2 or 3 പ്രാവശ്യമൊക്കെ കഴുകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും കഴുകാം. എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അത്രയും പ്രാവശ്യം കഴുകാം. ഇനി അവസാനത്തിലുള്ള കാര്യം അവിടെ കാഫൂർ ഉണ്ടാവുക, കർപ്പൂരത്തിലുള്ള ഉണ്ടാവുക എന്നാണ്. കർപ്പൂരം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ പൊടിയാക്കി കഴിഞ്ഞാൽ, കൈകൊണ്ട് നന്നായി പൊടിയാക്കി കഴിഞ്ഞാൽ അത് അതിൽ അലിഞ്ഞു ചേർന്നോളും. ഇപ്പോൾ കർപ്പൂരത്തിൻ്റെ ആ ഒരു അലിയാത്ത ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. അത് അവിടെ നിന്നാലും അത് ശരീരത്തിൽ സുഗന്ധം ഉണ്ടാക്കുന്നതാണ്. അത് കുഴപ്പമുള്ളതല്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അലിഞ്ഞ് സുഗന്ധം അവിടെ ഉണ്ടാവും. അങ്ങനെ പൂർണ്ണമായി കഴുകുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്താൽ മതി, തുടച്ചു കൊടുക്കണം. നല്ല തോർത്തെടുത്തുകൊണ്ട് തുടച്ചു കൊടുക്കുക. അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മുകളിലുള്ള നനഞ്ഞ തുണി മാറ്റിയിട്ട് നമുക്ക് വേറൊരു തുണി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അങ്ങനെ പൂർണ്ണമായി തുടക്കുക. അപ്പോൾ ആ തുടക്കുന്ന സമയത്ത്
നമ്മളെ മയ്യത്ത് കട്ടിലുണ്ടാവും, അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന ഈ കട്ടിലുണ്ടാവും, അതിന്റെ അടിഭാഗമൊക്കെ തുടക്കുക. കാരണം അല്ലെങ്കിൽ തുടച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും അവിടെ നനവുണ്ടാക്കും. പിന്നീട് നമുക്ക് കഫൻ ചെയ്യുമ്പോൾ അവിടെ നനവ് വരും. അതുകൊണ്ട് മയ്യത്തിനെയും അതിന്റെ താഴ്ഭാഗത്തുള്ള ആ കട്ടിലിനെയും അശ്ശും മുഴുവൻ എന്ത് ചെയ്യുക, നന്നായി തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. ഇത്രയാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഭാഗം. ഇൻഷാ അല്ലാഹ് ചായ ബ്രേക്കിന് ശേഷം കഫൻ ചെയ്യുന്നതും പിന്നീട് നിസ്കരിക്കുന്നതും മറമാടുന്നതും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം.